നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ വിശ്വാസമായിട്ടൊന്നുമില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല, എന്റെ മനസ്സിൽ നിന്ന് തന്നോടുള്ള പഴയ ദേഷ്യമൊക്കെ പോയി. മറുപടി എന്തെങ്കിലും പറയണോ? അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഇരിക്കട്ടെ. ശ്രേയ എന്താ എനിക്ക് തിരിച്ച് മെസ്സേജ് അയക്കാത്തെ? ഇനി എന്നോട് പിണങ്ങിയിട്ടാണോ? ഒന്ന് ചോദിച്ചാലോ? അല്ലേ വേണ്ട, നേരി കാണുമ്പോൾ ചോദിക്കാം. എന്തായാലും അവളുടെ മനസ്സിൽ എന്നോട് ഇഷ്ടമുണ്ട്. ഇനി ആദ്യം പിടിച്ച് വേണം കയറാൻ. ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടേ സുധർമ്മ മടങ്ങി പോവൂ. മോളെ ദർശനേ, മോളെ ദർശനേ, വാ. അയ്യോ, ഞാനൊന്ന് കാണട്ടെ മരുവത്തൂരിലെ IPS കാരിയെ. അമ്മായിക്ക് സന്തോഷമായി മോളെ. നിന്റെ അച്ഛന് നീ കൊടുത്ത വാക്ക് പാലിച്ചു. സുധർമ്മ കരുതുന്നത് പോലെ ദർശന IPS കാരിയൊന്നും ആയിട്ടില്ല. എഴുതിയ പരീക്ഷ പാസ്സായിന്നേ ഉള്ളൂ. ഇവളെ എല്ലാ പരീക്ഷയും പാസ്സാവും, അതെനിക്ക് ഉറപ്പാ. ദേ ഇത് കണ്ടോ, വിവരം അറിഞ്ഞപ്പോ തന്നെ ഞാൻ ക്ഷേത്രത്തിൽ പോയി നിന്റെ പേരില് ഒരു പുഷ്പാർച്ചന നടത്തി. അതിന്റെ പ്രസാദമായത്. അമ്മായി, ഇത്രയ്ക്ക് സന്തോഷിക്കാനൊന്നും സമയമായിട്ടില്ല. ഇനിയും ഇതിന്റെ മെയിൻ പരീക്ഷയൊക്കെ വരാനുണ്ട്. പിന്നെ വേറെ ഒരുപാട് കടമ്പകളുണ്ട്. അതൊക്കെ കഴിഞ്ഞാലേ IPS കിട്ടിയെന്ന് പറയാൻ പറ്റൂ. അതൊക്കെ നിനക്ക് കിട്ടും. നിന്റെ അമ്മാവനാ എന്നെ ഇങ്ങോട്ട് അയച്ചേ. എന്നാ പിന്നെ അമ്മാവനും കൂടി വരാമായിരുന്നില്ലേ? അമ്മാവനെ കണ്ടിട്ടാണെങ്കി കുറെ നാളായി. ഇനിയിപ്പോ അമ്മാവൻ വരും. അല്ല, വന്നല്ലേ പറ്റൂ. ദർശനേ, മോൾ ഒരു കാര്യം ചെയ്യേ, സുധർമ്മയ്ക്ക് കുടിക്കാൻ ചായയോ കാപ്പിയോ എന്തെങ്കിലും എടുക്ക. എനിക്കിപ്പോ ചായയും കാപ്പിയൊന്നും വേണ്ട. അമ്മാവൻ പറഞ്ഞുവിട്ട കാര്യം നിന്നോട് പറയാനാ ഞാൻ വന്നേ. എന്തായാലും നിനക്ക് IPS കിട്ടും. ട്രെയിനിങ്ങിനും മറ്റുമായി നിനക്ക് ദൂരദേശത്തേക്ക് പോകേണ്ടി വരും. അപ്പോ അഞ്ജനയുടെ കാര്യം പരിങ്ങലിലാവും. അതിനൊരു പരിഹാരമായിട്ടാ അമ്മാവൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. എന്ത് പരിഹാരം? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ അമ്മയും ബാക്കി എല്ലാവരും ഉണ്ടല്ലോ. അഞ്ജന മോളുടെ കാര്യം അവര് നോക്കിക്കോളും. അതെ, ഞങ്ങൾക്കിപ്പോ ദർശനമോളെ പോലെ തന്നെയാ അഞ്ജനമോളും.
അവളും മരുവത്തൂർ തറവാട്ടിലെ അംഗം തന്നെയാ. അവളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ ഇവക്ക് ബന്ധുക്കളെന്ന് പറയാനേ ഇപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്കും ചില ഉത്തരവാദിത്വങ്ങളൊക്കെ ഉണ്ട്. അക്കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ഒരു സംശയവും ഇല്ല. അമ്മായി കാര്യം പറയേ. ഒരിക്കൽ ഞാൻ ഈ കാര്യം നിന്നോട് പറഞ്ഞതാ. അന്ന് നീ അത് നിഷേധിച്ചു. ഇനി നിന്നോട് ഞാൻ ഈ കാര്യം പറയത്തില്ലെന്ന് വിചാരിച്ചതാ. പിന്നെ നിന്റെ അമ്മാവൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാ ഞാനിത് പറയാൻ വന്നത്. തരുണിപ്പോ പഴയതുപോലൊന്നും അല്ല. എല്ലാ കാര്യങ്ങൾക്കും നല്ല ഉത്തരവാദിത്വമുണ്ട്. അഞ്ജനമോളുടെയും തരുണിന്റെയും വിവാഹം ഉടനെ നടത്തണമെന്നാ നിന്റെ അമ്മാവന്റെ ആഗ്രഹം. നിന്റെ അച്ഛനും അമ്മാവനും തമ്മിൽ പണ്ടേ ഈ കാര്യം പറഞ്ഞു വെച്ചിരുന്നതാ. അധികം താമസിയാതെ നമുക്കിതങ്ങ് നടത്തിയാലോ? എന്താ നിന്റെ അഭിപ്രായം? അങ്ങനെ ആരും പറഞ്ഞു വെച്ചതായിട്ടൊന്നും എനിക്കറിയില്ല. അതെ, അഞ്ജനയ്ക്ക് കല്യാണം ആലോചിച്ചുകൊണ്ട് നിങ്ങൾ ഇനി ഈ വഴിക്ക് വരണ്ട. അഞ്ജന മോൾക്ക് ഞങ്ങൾ വേറൊരു കല്യാണം ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അവർ പെണ്ണ് കാണാൻ നാളെ എത്തുകയും ചെയ്യും. ഈ സിറ്റിയിൽ തന്നെ ഒരു ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജരാ പയ്യൻ. എടി, ഇത് ശരിയാണോ? ഞങ്ങൾ അറിയാതെ നീ അവളുടെ കല്യാണം ഉറപ്പിച്ചോ? അങ്ങനെ ഒരു ആലോചന വന്നിട്ടുണ്ട്. ഞാനത് അമ്മാവിനെ വിളിച്ച് പറയാനിരിക്കുകയായിരുന്നു. എത് സാറ് പറഞ്ഞത് കേട്ടില്ലേ? നാളെയാ അവര് പെണ്ണ് കാണാൻ വരുന്നത്. നമുക്ക് ചേരുന്ന നല്ലൊരു കുടുംബക്കാരാ. സുധർമ്മ പെണ്ണ് കാണൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് നാളെ പോയാ മതി. ആ, അമ്മായിക്ക് ഞാൻ ചായ എടുക്കട്ടെ? അതെ, ഞാൻ നിന്റെ ചായ സൽക്കാരം സ്വീകരിക്കാൻ വന്നൊന്നും അല്ല. പല തവണയായി നീ എന്നെ ആക്ഷേപിക്കുന്നു. ഞാൻ ഈ മരുവത്തൂരിന്റെ പടികേറി വരുന്നതേ ഇവിടെ നിന്ന് ഒന്നും കൊട്ടക്കണക്കിന് എടുത്തോണ്ട് പോവാനൊന്നും അല്ല. നിന്നോടും നിന്റെ അനിയത്തിയോടും സ്നേഹമുള്ളതുകൊണ്ടാ. അതിന് നീ പുല്ലുവില പോലും കൽപ്പിച്ചില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അമ്മായി, കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. അവര് നാളെ പെണ്ണ് കാണാൻ വരുന്നേ ഉള്ളൂ. ഞാൻ അമ്മാവനോട് ഫോൺ വിളിച്ച് ഈ കാര്യം പറയാം. അമ്മാവനും കൂടി നാളെ വരട്ടെ. അങ്ങേരുടെ പട്ടി വരും. അന്തസ്സുള്ളവനാ എന്റെ ഭർത്താവ്. നിന്റെ അച്ഛനെ അങ്ങേർക്ക് വാക്ക് കൊടുത്തതാ, അഞ്ജന മോളെ എന്റെ തരുണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാന്ന്. എന്റെ തരുണിന് എന്താടി ഒരു കുഴപ്പം? അവന് നല്ല വിദ്യാഭ്യാസം ഇല്ലേ? കാണാൻ സുന്ദരനല്ലേ? അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടൊക്കെ അവനില്ലേ? പോരെങ്കി നിന്റെ അനിയത്തിയെ ഞങ്ങൾ പൊന്നുപോലെ നോക്കില്ലേ? നിന്റെ അച്ഛൻ കൊടുത്ത വാക്കാ നീ തെറ്റിക്കാൻ പോകുന്നത്. അമ്മായി ഒരു കാര്യം മനസ്സിലാക്കണം. നാളെ വരുന്ന ആലോചന അത് നടക്കോ ഇല്ലയോന്ന് എനിക്കൊരു ഉറപ്പുമില്ല. പക്ഷെ അത് നടന്നാലും ഇല്ലെങ്കിലും അഞ്ജന മോളെ തരുണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ എനിക്ക് സമ്മതമല്ല. അതും പറഞ്ഞ് അമ്മായി ഇനി ഈ പടി കയറി വരുവാൻ വേണ്ട. ഓഹോ, നീ അത്രയ്ക്കായോ? നീയും നിന്റെ അനിയത്തി ഒരു കാലത്തും ഗതി പിടിക്കില്ലടി. സുധർമ്മേ, നിർത്ത്. എന്റെ വീട്ടിൽ കയറി വന്ന് ഇവിടെ നിന്ന് ആരെയും ശപിക്കരുത്. ദർശന എന്റെ മരുമകളാ. അവളുടെ അനിയത്തി എനിക്ക് മകളെ പോലെയാ. അഞ്ജനമോളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങൾക്കും ഉണ്ട്. നിന്റെ മകന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരുത്തന് അഞ്ജനയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ ദർശനയ്ക്ക് ഇഷ്ടമല്ല എന്ന് അവള് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ കാര്യത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കേ വേണ്ട. അഞ്ജന മോൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ കല്യാണം നടത്താൻ നിങ്ങൾ ഒപ്പം നിൽക്കുകയാണ് വേണ്ടത്. തരുണിനേക്കാളും എന്തുകൊണ്ടും അഞ്ജന മോൾക്ക് യോഗ്യനാണ് ഈ പയ്യൻ. പേരും പ്രശസ്തിയുമുള്ള കുടുംബക്കാരുമാണ്. നടത്തിക്കോ, എല്ലാരും കൂടെ അങ്ങോട്ട് നടത്തിക്കോ. പേരും പ്രശസ്തി എല്ലാം ഉള്ള കുടുംബത്തിലേക്ക് അങ്ങോട്ട് കെട്ടിച്ചു വിട്. എന്നിട്ട് അവർക്ക് വാരിക്കോരി അങ്ങോട്ട് കൊടുക്ക്. പക്ഷേ അവളെ ഒരു ഊമപ്പെണ്ണ. അവളെ പോലൊരു പെണ്ണിനെ കെട്ടാനേ ബാങ്ക് മാനേജർ വരുമ്പോ. അനാവശ്യം പറയരുത്.
എന്റെ അനിയത്തിക്ക് സംസാരശേഷി ഇല്ല. പക്ഷേ അവക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനുണ്ട്. എന്റെ മരണം വരെ ഞാൻ അവളെ പൊന്നുപോലെ നോക്കും.